താമരശ്ശേരി കട്ടിപ്പാറയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇന്ന് തുറക്കില്ല. പ്രവർത്തനം പുനരാരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും സുരക്ഷ വേണമെന്ന് ഫ്രഷ് കട്ട് മാനേജ്മെന്റ് ആവശ്യപ്പെട്ടു. 10 മണിക്ക് മാനേജ്മെന്റ് കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കർശന ഉപാധികളോടുകൂടി പ്രവർത്തനം പുനരാരംഭിക്കാൻ പ്ലാന്റിന് ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിരുന്നു. 4000-ഓളം കുടുംബങ്ങളെ ദുരിതത്തിലാക്കുന്ന ഈ ഫ്രഷ് കട്ട് മാലിന്യ കമ്പനി അവിടെ നിന്ന് എടുത്തു മാറ്റുന്നതുവരെ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ ഈ പാവങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ആ മനുഷ്യരെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഈ സമരവുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ എല്ലാവരുടെയും തീരുമാനം. കാരണം കലക്ടർക്ക് കോഴിക്കോട് ജില്ലയിൽ മറ്റ് പ്ലാന്റ് വരുന്നതിനെ പറ്റിയുള്ള ചിന്തയല്ല. 74 പഞ്ചായത്തും 6 മുനിസിപ്പാലിറ്റിയിലെയും ഒരു കോർപ്പറേഷനിലെ മുഴുവൻ മാലിന്യം ഈ ഇരുതുള്ളിപ്പയുടെ ഓരത്ത് കൊണ്ടുവന്ന് സംസ്കരിക്കാൻ കലക്ടർക്ക് മാലിന്യമുക്ത കേരളമാക്കണമെന്നുള്ള ആ ഉദ്ദേശത്തോടുകൂടി പാവങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. അതൊരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾ സമരം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം. രമ്യ ദാസ് ചേരുന്നുണ്ട്. രമ്യ, ആദ്യം ഈ പ്ലാന്റ് തുറന്ന് പ്രവർത്തിക്കാൻ തീരുമാനം എടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ തുറക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് അവർ എത്തുന്നത്. എന്തുകൊണ്ടാണ് പ്രവർത്തനം പുനരാരംഭിക്കാൻ വൈകുന്നത്? രാഖി, കഴിഞ്ഞ ദിവസമായിരുന്നു ഈ പ്ലാന്റ് തുറന്ന് പ്രവർത്തിക്കാൻ ജില്ലാ ഭരണകൂടം അനുമതി നൽകിയത്. എന്നാൽ ഇന്ന് ഇത്തരത്തിൽ അനുമതി ലഭിച്ചതോടെ ഇന്ന് ഈ പ്ലാന്റ് തുറന്ന് പ്രവർത്തിക്കും എന്ന് തന്നെയാണ് നമ്മളെല്ലാം കരുതിയിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ പ്ലാന്റ് ഇന്ന് തുറന്ന് പ്രവർത്തിക്കില്ല എന്നുള്ള മാനേജ്മെന്റിന്റെ തീരുമാനം വന്നിട്ടുള്ളത്. കാരണം സുരക്ഷ മുൻനിർത്തിയാണ് ഇത്തരത്തിൽ പ്ലാന്റ് ഇന്ന് തുറന്ന് പ്രവർത്തിക്കില്ല എന്ന തീരുമാനത്തിൽ മാനേജ്മെന്റ് എത്തിയിട്ടുള്ളത്. അതായത് സുരക്ഷ വേണം എന്ന് തന്നെയാണ്, കൂടുതൽ പോലീസിന്റെ സുരക്ഷ വേണമെങ്കിൽ മാത്രമേ തുറന്നു പ്രവർത്തിക്കൂ എന്നുള്ളതാണ് മാനേജ്മെന്റ് പറയുന്നത്. ഇന്ന് 10 മണിയോടുകൂടി മാനേജ്മെന്റ് അംഗങ്ങളുടെ ഒരു യോഗം ഇന്ന് താമരശ്ശേരി ഫ്രഷ് കട്ടിൽ നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അതിനുശേഷമാണ് കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാവുക. എപ്പോഴാണ് ഇത്തരത്തിൽ ഈ പ്ലാന്റ് തുറക്കുക തുടങ്ങിയ തീരുമാനങ്ങൾ അതിനുശേഷമായിരിക്കും ഈ മാനേജ്മെന്റിൽ നിന്നും കൈക്കൊള്ളുക. നിലവിൽ ഇന്നലെ ആയിരുന്നു ഇത്തരത്തിൽ ജില്ലാ ഭരണകൂടം യോഗം ചേർന്നതും അതിനുശേഷമാണ് പ്ലാന്റിന് തുറന്നു പ്രവർത്തിക്കാനുള്ള അനുമതി നൽകിയത്. ഈ DLFMCയുടെ തീരുമാനപ്രകാരമായിരുന്നു, റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു ഇത്തരത്തിൽ തുറന്നു പ്രവർത്തിക്കാനുള്ള തീരുമാനം. അതായത് മലിനീകരണ നിയന്ത്രണ ബോർഡ് അതുപോലെ തന്നെ ശുചിത്വ മിഷൻ തുടങ്ങിയവയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ജില്ലാ ഭരണകൂടം ഇത്തരത്തിൽ പ്ലാന്റ് തുറന്നു പ്രവർത്തിക്കാനുള്ള അനുമതി നൽകിയിരുന്നത്. എന്നാൽ അതിന് കർശന ഉപാധികളോട് കൂടി തന്നെയായിരുന്നു ഇത്തരത്തിൽ ഈ തുറന്നു പ്രവർത്തിക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ടായിരുന്നത്. അതായത് പ്ലാന്റിലെ പ്രതിദിന മാലിന്യ സംസ്കരണം 25 ടണ്ണിൽ നിന്നും 20 കുറയ്ക്കണം. അതുപോലെ തന്നെ പഴകിയ മാലിന്യങ്ങൾ പ്ലാന്റിലേക്ക് കൊണ്ടുവരരുത്, പുതിയ മാലിന്യങ്ങളായിരിക്കണം സംസ്കരിക്കാൻ കൊണ്ടുവരുന്നത്. ഈ പ്ലാന്റിലേക്ക് കൊണ്ടുവരുന്ന വാഹനങ്ങളുടെ എണ്ണം കൃത്യമായി അധികൃതർക്ക് കൈമാറാം. ഈ പ്ലാന്റിലേക്ക് വരുന്ന വാഹനങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് കൂടാതെ തന്നെ ദുർഗന്ധം കുറയ്ക്കുന്നതിനായി വൈകിട്ട് 6 മുതൽ 12 മണി വരെ ഈ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കണം എന്നീ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ടാവണം പ്ലാന്റ് പ്രവർത്തിക്കേണ്ടത്. ഇതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ നടപടികൾ, അതായത് വളരെ ശക്തമായ നടപടികൾ തന്നെ കൈക്കൊള്ളുമെന്നും ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ മുന്നറിയിപ്പിനെ തുടർന്ന് പ്ലാന്റ് പ്രവർത്തിക്കുമെന്നറിഞ്ഞതോടുകൂടി തന്നെയായിരുന്നു സമരസമിതിയും അതുപോലെ തന്നെ ഇരുതുള്ളിപ്പുഴ സമരസമിതിയും ഈ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിരുന്നത്. അതായത് ഈ ഫ്രഷ് കട്ട് പ്ലാന്റ് അടച്ചുപൂട്ടുന്നത് വരെ ഇത്തരത്തിൽ ശക്തമായ സമരം കൈക്കൊള്ളുമെന്ന് തന്നെയായിരുന്നു സമരസമിതി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനെ സംബന്ധിച്ച് ഇന്ന് ഇത്തരത്തിലൊരു സമരവും അവരെ തീരുമാനിച്ചിരുന്നു. എന്നാൽ നിലവിൽ ഇപ്പോൾ ഈ മാനേജ്മെന്റിന്റെ തീരുമാനം താൽക്കാലികമായി ഇന്ന് തുറക്കുന്നില്ല. ഈ മാനേജ്മെന്റ് തീരുമാനത്തിന് ശേഷം മാത്രമാണ്, അതായത് കൂടുതൽ സംരക്ഷണം വേണം. കാരണം ഇത്തരത്തിൽ സമരം ശക്തമാക്കാനുള്ള സാധ്യത കൂടി അവർ മുൻകൂട്ടി കാണുന്നുണ്ട്. അതിനാൽ തന്നെയാണ് ഇത്തരത്തിലൊരു പോലീസ് സംരക്ഷണത്തിൽ കൂടി മാത്രമേ ഇത്തരത്തിലൊരു പ്ലാന്റ് തുറക്കുള്ളൂ എന്ന തീരുമാനത്തിൽ മാനേജ്മെന്റ് എത്തിയിരിക്കുന്നത്. നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ 14 പേരാണ് പോലീസ് കസ്റ്റഡിയിലായിട്ടുള്ളത്. നേരത്തെ കഴിഞ്ഞ ദിവസം പിടിയിലായ ഒരു STPI പ്രാദേശിക നേതാവ് ഉൾപ്പെടെ 14 പേരാണ് ഇപ്പോൾ നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഏകദേശം 365ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. 8 FIRകളാണ് നിലവിൽ ഇട്ടിട്ടുള്ളത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പോലീസിന്റെ അന്വേഷണമെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രി ഉൾപ്പെടെ ഈ വീടുകളിലെല്ലാം കയറി വളരെ ശക്തമായ രീതിയിൽ തന്നെ പരിശോധന നടന്നിരുന്നു. ഇതിനെതിരെ തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന യോഗത്തിൽ ഉൾപ്പെടെ പ്രാദേശികവാസികളുടെ വളരെ
പ്രതിഷേധം അവരുടെ ഇടയിൽ നിന്നുണ്ടായിരുന്നു. കാരണം രാത്രിയിൽ ഉൾപ്പെടെ പോലീസ് എത്തിയാണ് ഇത്തരത്തിൽ ഇത്തരത്തിൽ പരിശോധന നടക്കുന്നത് എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രദേശവാസികളും വളരെ ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധം ഉന്നയിച്ചിരുന്നു. ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പോലീസ് രാത്രിയിൽ ഉൾപ്പെടെ പരിശോധനകൾ ഉണ്ടാവില്ല എന്ന അറിയിപ്പ് നൽകിയെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പോലീസ് എത്തി പരിശോധന നടത്തിയിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തുതന്നെയായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികൾ, അതായത് പ്രധാന പ്രതികൾ ആരും തന്നെ ഇതുവരെ പിടിയിലായിട്ടില്ല. പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ കേസുകളിലെ പ്രതികൾ ഉൾപ്പെടെയാണ് പിടിയിലായിട്ടുള്ളത്. ഇതിൽ നിലവിൽ ഇതുവരെ 14 പേരാണ് ഈ കേസുകൾ പിടിയിലായിട്ടുള്ളത്. രാഖി. ശരി രമ്യ.